ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് പന്തളം കൊട്ടാരം വിട്ടുനിൽക്കും. കുടുംബാംഗം മരിച്ചതിനാലാണ് പന്തളം കുടുംബം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ശബരിമലയിൽ വികസനങ്ങൾ വരുന്നതിനെതിരല്ല, സർക്കാരും ദേവസ്വം ബോർഡും വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, മറിച്ചുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പന്തളം കുടുംബം പറയുന്നു. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്? സ്വാതി, അന്ന് തന്നെ പന്തളം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ കണ്ട് നിലപാട് എന്താണ് എന്നുള്ള കാര്യം അറിയിക്കുമെന്നായിരുന്നു പന്തളം കുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പന്തളം കുടുംബത്തിലെ പാലക്കാടുള്ള മുതിർന്ന അംഗത്തെ കണ്ടു. ശേഷമാണിപ്പോൾ അവരുടെ ഒരു പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത്. പത്രക്കുറിപ്പിൽ അവർ പറയുന്നത് ശബരിമലയിൽ വികസനം ഉണ്ടാകുന്നതിനെ ഒരു തരത്തിലും എതിർക്കേണ്ട ആവശ്യമില്ല, അവർ അതിനെ എതിർക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവോണനാൾ രാമവർമ്മ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പന്തളം കൊട്ടാരം സ്വീകരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അത് പന്തളം കുടുംബാംഗങ്ങളെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളതും. അതിൽ യുവതീ പ്രവേശന കാലത്തെ കേസുകൾ അത് പിൻവലിക്കണമെന്നായിരുന്നു പന്തളം കുടുംബത്തിൻ്റെ ആദ്യം മുതൽ തന്നെയുള്ള നിലപാട്. അതിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് സുപ്രീം കോടതിയിലെ സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തണമെന്നും പന്തളം കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ രണ്ടിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേദനാജനകമാണ് എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്നാൽ ഈ ശബരിമലയിൽ വികസനം ഉണ്ടാകുന്നതിനെ തങ്ങൾ ഒരു തരത്തിലും പന്തളം കുടുംബം എതിർക്കില്ല എന്നും ഈ പന്തളം കുടുംബ പ്രതിനിധികൾ പറയുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് സംഗമവും, അത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമമായാലും ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംഗമം, ഇതിൽ രണ്ടിലും പങ്കെടുക്കുന്നില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം രാജകൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്.